ഒന്നോ ടൈമായല്ലോ, ഓഫീസിലേക്ക് ഞാൻ നേരെ വൈകും. മഹി, ജോയുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഇവിടുത്തെ CEO ആണെന്ന് തോന്നത്തില്ലേ? നോക്കവനെ. അത് ശരിയാ, അവന് ലുക്ക് കൂടിപ്പോയതിൻ്റെ കുഴപ്പാ. നമുക്കൊക്കെ ലുക്ക് ഇല്ലാത്തന്നെ. ഇവിടുത്തെ പെൺപിള്ളേർക്ക് അവനെ നോക്കിയിട്ടല്ലേ ഇരിക്കുന്നേ. ഷാചേർക്കാൻ വല്ലവരും നോക്കുന്നുണ്ടോ? അവൻ എന്തെന്നാവും ഒരാളെ പോലും നോക്കുന്നില്ല. അവൻ എൻ്റെ എക്സ് ലവറെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നുണ്ട്. അവനെങ്ങാനും സെറ്റായിരുന്നെങ്കിൽ ഒരു ഓഫീസ് റൊമാൻസ് കാണായിരുന്നു. ഞാൻ സ്വസ്ഥമായി ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ വല്ലവരും നോക്കി സെറ്റാക്കിക്കൂടെ? അപ്പൊ എനിക്ക് കാണാറുന്നല്ലോ ഓഫീസ് റൊമാൻസ്. ഓഫീസ് ടൈമിലാണോ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്? പുതിയ CEO വരുന്ന കാര്യം നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? ഇങ്ങനെ നിങ്ങൾ ഇവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൊമാൻസ് എവിടെ ആവില്ല, വല്ല പാർക്കിലും ബീച്ചിലും നടത്തേണ്ടി വരും, ഡിസ്മിസ് തരും. അതെന്ത് കാര്യത്തേക്ക് പുതിയ CEO? ഈശ്വർ സാറിന്റെ മകനാണ് വരാൻ പോകുന്നത്. ഏയ്, ഈശ്വർ സാറിന്റെ മകനെന്നല്ല, വരാൻ പോകുന്ന CEO കുറിച്ച് പ്രായമുള്ളതാ. ഈശ്വർ സാർ ഈ കമ്പനി മറ്റൊരാൾക്ക് കൊടുത്തല്ലോ. അതെന്താ സാറ് കമ്പനി കൊടുത്ത കാര്യം ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. അതൊക്കെ ഇപ്പൊ സംഭവിച്ചു. പിന്നെ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ സാറെല്ലാം ചെയ്യാൻ നിൽക്കുന്നേ. ഒന്ന് പോടാ. ഇനിയിപ്പോ ഇവിടെ ജോലി തന്നെ സ്ഥിരാകുമോ എന്നുള്ളത് സംശയം. അയ്യോ കാർത്തി, ഇവൻ പറഞ്ഞ മാതിരി ഇനിയിപ്പോ പഴയ എംപ്ലോയീസിനൊക്കെ പറഞ്ഞു വിട്ട് അവര് പുതിയ എംപ്ലോയീസിനെ എടുക്കൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഈശ്വർ സാറ് മുന്നേ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളാരും പറഞ്ഞു വിടരുതെന്ന്. പിന്നെ വരുന്നാള് നാളെ വന്ന് ജോയിൻ ചെയ്യും, അതുകൊണ്ട് സൂക്ഷിച്ചോ. ഈശ്വർ സാറ് വലിയ കുഴപ്പമില്ലാത്ത കാരണമാണ് നമുക്ക് ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഇനി വരുന്ന ആൾ എങ്ങനെയാന്നാവോ. ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാ ഈ കമ്പനി എനിക്ക്. ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക. എന്നെക്കാട്ട് ഉയരങ്ങളിൽ നിങ്ങൾ ഈ കമ്പനി എത്തിക്കുന്നുള്ള വിശ്വാസമുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആണ്. ഡോണ്ട് വറി മിസ്റ്റർ ഈശ്വദാസ്, ഞങ്ങൾ എന്തായാലും ഇത് നല്ലപോലെ തന്നെ നോക്കും. ആൻഡ് താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെ, ബൈ. ഈ സിറ്റിയെ കാണാൻ എന്ത് ഭംഗിയ. ഓർമ്മകൾ, കാലങ്ങൾ ഓർമ്മകളെ ബാക്കിയെന്നൊക്കെ പറഞ്ഞ് വെറുതെ. കാലം തെളിയുന്തോറും ഓർമ്മകളുടെ ആഴം കൂടിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് വേഗം തേച്ച് വീട്ടിൽ കിടന്നാൽ മതി. ഓഫീസ് വർക്കും വീട്ടിലെ വർക്കും മടുത്തു. ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഈ CEO സാറിനെ കാണാനില്ലല്ലോ. നേരം കുറേയില്ലേ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വരും നമുക്ക് പണി തരാനുള്ളതല്ലേ, അതുകൊണ്ട് ആള് വന്നിരിക്കും. ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ മഹി, അല്ലെങ്കിൽ തന്നെ ജോലി പോവെന്ന് അറിയില്ല. അപ്പോഴാ അവന്റെ നോ CEO ക്രിസ്റ്റി സർ. സാറിന്റെ എംപ്ലോയീസിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാറിന്റെ ഇൻട്രോ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്തില്ല കാർത്തി. പിന്നെ പെയിന്റിംഗ് ഫയൽസ്, ന്യൂ പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ ക്യാമ്പിൽ എത്തിക്കണം. അതിൻ്റെ ഹെഡ് ആരാണോ ആളും അതിനോടൊപ്പം തന്നെ എത്തും വേണം. മനസ്സിലല്ലോ കാർത്തി? സാർ, ഇപ്പൊ തന്നെ എത്തിക്കാം. ഇതാണ് പ്രായം കൂടിയ CEO. പ്രായം കൂടിയ CEO ഭേദം എനിക്ക് തോന്നുന്നു. എങ്ങനെ വന്നപ്പോ തന്നെ 8ന്റെ അല്ല 16ന്റെ പണിയാണല്ലോ തരുന്നത്. എന്തോ കാർത്തി ഇത്? പെയിന്റിംഗ് ഫയൽസ് കിടക്കുന്ന 2 ഞങ്ങളുടെയോ? ഇതെങ്ങനെ അയാളുടെ മുന്നിലെത്തി ഞങ്ങൾക്ക് പണിയാവുമല്ലോ. പണി കിട്ടിയെങ്കിൽ മേടിച്ചോണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
നീ വന്നപ്പോൾ തന്നെ കണ്ടതല്ല അങ്ങേരുടെ പെരുമാറ്റം. അതും മെരുങ്ങുന്ന സൈസ് അല്ല. പിന്നെ ജോ, നീയല്ലേ പ്രോജക്റ്റിന്റെ ഹെഡ്, നീ തന്നെ ചെല്ല്. നിന്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണല്ലേ ഈ 2 പ്രാവശ്യത്തെ പ്രോജക്റ്റ് ഇങ്ങനെയായത്. നീ തന്നെ എന്തെങ്കിലും പറ. ഞാനോ? ഞാൻ അല്ല, ഇനിയിപ്പോ ക്രിസ്റ്റി എനിക്ക് വേണ്ടി വന്നതെങ്കിലോ? എനിക്ക് പോകാൻ പറ്റില്ല. അതെ, നിങ്ങളാരെങ്കിലും പോയാൽ പോരെ? ഞാൻ തന്നെ പോണ നിർബന്ധമുണ്ടോ? എനിക്ക് എന്തെന്നറിയില്ല, ഭയങ്കരമായിട്ടൊരു വയറുവേദന. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അയ്യോ ജോ, എന്നാ നീ ടോയ്ലറ്റിലേക്ക് പോക്ക്. വേഗം വേഗം പോയിട്ട് വേഗം വാ, എന്നിട്ട് നീ സാറിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. ഓ പട്ടി, നീ പോവണ്ടെന്ന് പറയുന്നു വിചാരിച്ചു. അതെ, വേഗം പോയിട്ട് വാ, നീരം കളയില്ലേ. ഇനി അതിന് സാറിങ്ങനെ ചൂടാവുമെന്ന് അറിയത്തില്ലല്ലോ. ശരിയല്ലേ? മിസ്റ്റർ മദനഗോപാലൻ, ആർ യു ഓക്കെ? എന്താണ് മുഖത്തൊരു വൈക്ലഭ്യം? പ്രോജക്റ്റിന്റെ കാര്യം ഓർത്താണോ? അതൊന്നും അല്ലടാ. എടാ, ഇത്രയും നാളും പെൺപിള്ളേർ നമ്മളെ വായ നോക്കിയിരിക്കുന്നത് നീ കണ്ടില്ലായിരുന്നു. ഇനിയിപ്പോ തിരിഞ്ഞു പോലും നോക്കില്ല. അങ്ങേര് എന്ത് ഗ്ലാമറാടാ. എന്തോന്നിത്? ഇതിപ്പോ എവിടുന്ന് വന്ന്? എന്തുവാടേ? നിങ്ങള് മൂന്നിടത്തെ വായ നോക്കി ഞങ്ങൾക്ക് മടുത്തു. ജോനെ അല്ലാതെ ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ ജോ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഇപ്പൊ ദൈവമായിട്ട് ഞങ്ങൾക്കൊരു അവസരം തന്നിരിക്കാം. എന്നാ ഹീൻസ, നിന്നൊന്നും അയാളുടെ 7 അയലത്ത് പോലും പറ്റത്തില്ല. ഈ കാണിക്കുന്ന ആത്മാർത്ഥ ആ ജോലിയിലും കൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്ന്. ആ പെൻഡിങ് ഫയൽസ് കുറഞ്ഞേനെ. നീ പെൻഡിങ് ഫയൽസും കൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് ചെല്ല്. നീ ശരിക്കും വായ നോക്കി നിൽക്കും. പുറത്താന്നേ ഉള്ളൂ. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. മൂന്ന് ഫയലാ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. 3 പ്രോജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിന്റെ റീസൺ എന്താ ഹെഡിന് പറയാനുള്ളത്? അത് തന്നോട് ചോദിക്കുന്നത്. തന്റെ മറുപടി കിട്ടിയിട്ട് വേണം ബാക്കി നടപടിയിലേക്ക് പോവാൻ. സാർ, ഐ എം സോറി. സത്യമായിട്ടും ഇത് മനഃപൂർവ്വമല്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാ. ഐ എം സോറി സർ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? എന്ത് റീസണാണോ ഈ പറയുന്നത്? തനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പൊ തന്റെ ബാക്കിയുള്ള മെമ്പേഴ്സോ? താനൊരു ടീമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. താൻ അതിന്റെ ഹെഡാണ്. തനിക്ക് തന്റെ ടീം മെമ്പേഴ്സിനെ കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യിക്കാറുന്നില്ലേ? താൻ എന്താ ഈ പറയുന്നേ? സർ, ഞങ്ങളിത് എത്രയും പെട്ടെന്ന് തീർത്തരാൻ ശ്രമിക്കാം. ഒരാഴ്ച ടൈം തന്നാൽ മതി. 1 മാസത്തിന് മുന്നേ പെൻഡിങ് ആയി കിടക്കുന്നതായി 3 ഫയൽസും. ഇനി ഈ 1 മാസം ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരണമെന്നാണോ മിസ്റ്റർ ജോ പറഞ്ഞു വരുന്നത്? ഐ എം സോറി മിസ്റ്റർ ജോ, എനിക്കതിന് പറ്റില്ല. ആമൻസ് ഗ്രൂപ്പിന്റെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോജക്റ്റും അത് തിരിച്ചേൽപ്പിച്ച് വേറെ ഗ്രൂപ്പിന് കൈമാറണം. ക്രിസ്റ്റി, നീ റിവെഞ്ച് എടുക്കാനാണെങ്കിൽ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യും. എന്റെ ഫുൾ ഗ്രൂപ്പിനെ ചെയ്യരുത്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ ആ പ്രോജക്റ്റ് ഇത്ര എത്തിച്ചത്. ഇനി അത് മറ്റൊരു ഗ്രൂപ്പിന് കൈമാറെന്ന് പറഞ്ഞ എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജോ, വാട്ട് ആർ യു ടോക്കിംഗ്? ഞാനിതവിടെ വല്ല മൂവി ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ താൻ വിചാരിച്ചിരിക്കുന്നത്? ഈ റിവെഞ്ച്, ഐ മീൻ ടാർഗറ്റിംഗ്. ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? ആൻഡ് ഹൂ ആർ യു? താൻ ആരാ തന്നോട് ഞാൻ റിവെഞ്ച് എടുക്കാൻ ഇതൊക്കെ ചെയ്യാൻ? ഞാനിവിടെ വന്നിരിക്കുന്ന ഈ കമ്പനി മുന്നേറ്റത്തേക്ക് കൊണ്ടുപോകാനാ. നിങ്ങളെപ്പോലെയുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് എംപ്ലോയീസ് ഉള്ള കാരണം ഈ കമ്പനി ഇത്രയും താഴേക്ക് വന്ന് നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ നിങ്ങളെപ്പോലുള്ളവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വന്നാൽ അതിനും എനിക്കൊരു മടിയില്ല. മിസ്റ്റർ ജോയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് തനിക്ക് മാത്രമുള്ള വാണിംഗ് അല്ല, ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസിനുള്ള വാണിംഗാ. അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ് മിസ്റ്റർ ജോ ആൻഡ് ഗെറ്റ് ഓഫ് മൈ ക്യാബിൻ. Who are you? ഞാൻ ആരാണെന്ന് പോലും അവനിപ്പോൾ ഓർമ്മയില്ല. അവന് പുതിയ ഫാമിലി കാര്യങ്ങളെ ഞാനെന്തിനാ വിഷമിക്കുന്നേ? എല്ലാം ഇട്ടിട്ട് പോകുന്ന ഞാൻ തന്നെയല്ലേ. അവന് അപ്പനും അമ്മനൊക്കെ തിരിച്ചു കിട്ടിക്കാണും. ഞാനെന്തിനാ ആലോചിക്കുന്നേ? ജോ, നീ എന്റെ മാത്രം, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല നിന്നെ. നിന്റെ ഈ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് നിന്നെ ഈ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ജോ. ഐ ലവ് യു. ആ വാക്കുകളും ആ പറഞ്ഞ ആളെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കാം. എന്തിനവൻ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞത്?
എന്റെ പൊന്നു ജോ, നീ സൂപ്പറാണടാ. ഒറ്റ ദിവസം കൊണ്ട് നീ 3 പ്രോജക്റ്റ് വർക്ക് നീ കംപ്ലീറ്റ് ആക്കിയല്ലോ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ആ, ഇത് നീ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അങ്ങേര് നമുക്കിട്ട് പണി തരും. അതുകൊണ്ടാ ഞാൻ എന്തായാലും ഇത് കൊണ്ടേ കൊടുക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. സാർ പറഞ്ഞ എല്ലാ പ്രോജക്റ്റും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെൽ ഡൺ മിസ്റ്റർ ജോ. ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. കമ്പനിക്ക് നഷ്ടം വരുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഈ കമ്പനി വെച്ച് പഠിപ്പിക്കില്ല. ഓക്കെ മിസ്റ്റർ ജോ, യു ക്യാൻ ഗോ. നോയൽ, നോയൽ, എത്ര നാളായിട്ട് കണ്ടിട്ട്. സുഖമില്ലേ നിനക്ക്? യു നോസ് മീ? ഐ ഡോണ്ട് നോ. ഹൂ ആർ യു? നീ എന്താ എൻ്റെ അടുത്ത് കളിക്കാണോ? നോയിലത് ഞാനാടാ ജോ. നീ ക്രിസ്റ്റീനെ കാണാൻ വന്നതായിരിക്കൂലേ? അവൻ ഒരുപാട് മാറിപ്പോയല്ലോ. താൻ ഈ കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ എന്നെ സാറെന്ന് വിളിക്കണം. കാരണം ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണറാണ്. പിന്നെ CEO കയറി പേരെടുത്ത് വിളിക്കാൻ നിൽക്കരുത്. എനിക്ക് തന്നെ അത്ര പരിചയമൊന്നുമില്ല, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനും നിൽക്കുന്നില്ല. എന്തായാലും സ്മൂത്ത്ലി തീർന്നല്ലോ. ആ, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ എങ്ങനെയാവുമെന്ന്. ഞാനും കരുതിയതൊന്നുമല്ല. എന്തായാലും സാറിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ആരോ കമ്പനിയിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന്റെ ക്യാബിനിലേക്ക് കണക്ട് ആക്കാൻ നോക്കുമ്പോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. സാറൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ജിസു. യു ഗോ. എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ. ചാർജ് കഴിഞ്ഞാൽ നോലെ ഞാൻ ലൈൻ ഓൺ ചെക്ക് ചെയ്തേ. ഹലോ, കിട്ടുന്നില്ലല്ലോടാ. ആ നീയാണോ വിളിച്ചത്? എന്താ പറ്റിയേ? ഐസ്ക്രീമോ? പെട്ടെന്ന് വരണമെന്നോ? ഓക്കെ വരാം. പുതിയ ഓഫീസിൻ്റെ നമ്പർ ആരോ കൊടുത്തത്? അല്ല, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോയിലെ? എടാ, നീ നെർവസ് ആവില്ലേ? ഞാനാ ഓഫീസിൻ്റെ നമ്പർ കൊടുത്തത്. ഐസ്ക്രീം കൊണ്ട് ചെല്ലാൻ വേണ്ടി വിളിച്ചതാ. അവിടെ കിടന്ന് അവിടെ ബഹം കൂട്ടുണ്ടെന്ന്. പ്രഗ്നൻസി ടൈമിലൊക്കെ ഇത് സർവ്വസാധാരണ അല്ലേ? നീ പേടിക്കാതെ. ഓ, ഞാനൊന്ന് പേടിച്ചു പോയി. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. എടാ, നമ്മുടെ കാർ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? നിനക്ക് വെറുതെ തോന്നുന്നായിരിക്കും. ആര് ഫോളോ ചെയ്യാനാ? നീ ശ്രദ്ധിച്ച് നോക്കി വണ്ടി ഓടിക്കുക. അവർ രണ്ടുപേർക്ക് എന്നെ അറിയില്ലെങ്കിൽ എന്താ? എനിക്ക് അവരെ അറിയാലോ. എനിക്കെൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി. ഒറ്റ പ്രാവശ്യം എനിക്കെൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി. കാണുന്നില്ല. ഇതെങ്ങനെ പോസിബിളോ? ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ സമയത്തിന് ഇവിടെ ഒരു വിലയില്ലേ ശരിക്കും പറഞ്ഞു. ഇപ്പൊ സമയം എത്രയാടാ? ഈവനിങ് ടൈമിലാ അവന്റെ ഗുഡ് മോർണിംഗ്. ഇതിനൊരു മാറ്റമില്ലല്ലോടാ. എടാ നോയില്, ഇവൻ എന്തിനാടാ പഠിക്കാൻ വിടുന്നത്? ക്രിസ്റ്റി, എന്റെ കൊച്ചിനെ കളിയാക്കലുണ്ടല്ലോ. അവന് ടൈം അറിയത്തില്ലെന്നല്ലോ. എന്നാലും അവൻ മോർണിംഗ് എന്ന് പറയാൻ പഠിച്ചില്ലേ അല്ലേ? അയ്യോ, ഡാഡേശ കുസൃതി കൂടുതൽ ഡാഡോട് മിണ്ടത്തിലേക്ക് ഇനി എന്തോ ചെയ്യും? ഐസ്ക്രീമൊക്കെ നോയില്ലേ, നീ കഴിച്ചോ? ഐസ്ക്രീമോ? ഞാൻ എപ്പോഴും റെഡി. നീ കാട്ടറ, ഞാൻ കഴിക്കാം. എടാ നോയില്, ഞാൻ പറഞ്ഞപ്പിക്കുന്നതിന്റെ കൊച്ചിന് ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നുണ്ടോ? ഇങ്ങ് താഴെ അവിടുന്ന്. ഡാഡേടേ, ഇഹു കഴിച്ചു. ഈ ഐസ്ക്രീമിന്റെ ഡപ്പ അങ്ങോട്ട് വെച്ചോ. ബാക്കി ഞാൻ കൊണ്ടുപോവാ. അവിടെ ഒരു പ്രഗ്നന്റ് ലേഡി കാത്തിരിപ്പുണ്ട്, എൻ്റെ വൈഫി. പിന്നെ നിന്റെ പെങ്ങളടുത്ത് മിണ്ടുന്നില്ലല്ലോ. ഞാൻ പോവാൻ തരും. ബായ്. ഇതെങ്ങനെ പോസിബിളോ? എന്നെ പോലിരിക്കുന്ന കുഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിതിന്റെ സത്യം അറിയണം. എനിക്ക് ക്രിസ്റ്റിയിൽ നിന്ന് തന്നെ എല്ലാം അറിയണം. ഏട്ടന് ഉറക്കം വരുന്നുണ്ടോ? എന്നാൽ ഡാഡിയുടെ അരികിലേക്ക് ഇങ്ങ് പോരും. വാ, ഇവിടെ വന്ന് ചായ കിടന്നോ. അങ്ങനെയൊന്നുമില്ല. ഹ്യൂട്ടനെ കാണാൻ പപ്പ വരും ഒരു ദിവസം. പപ്പയ്ക്ക് തിരക്കായതുകൊണ്ടല്ലേ. ഇപ്പോ ഡാഡിയുടെ അടുത്ത് ഇവിടെ കിടന്നുറങ്ങുക. ഐ ആം സോറി ബേബി. സാർ,
എക്സ്ക്യൂസ് മീ മിസ്റ്റർ ക്രിസ്റ്റി, ഐ വാണ്ട് ടോക്ക് ടു യു. ഐ എം സോറി മിസ്റ്റർ ജോ, ഐ എം വെരി ബിസി. പ്ലീസ് യു ലീവ്. എനിക്ക് പറ്റില്ല പോവാൻ. എനിക്ക് സംസാരിക്കണം. ഞാൻ ഇന്നലെ നമ്മുടെ മോനെ കണ്ടിരുന്നു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജോ, ആർ യു ഫോളോയിങ് മീ? നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമായിരുന്നു. ഒരു നിമിഷം അവനൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയാ ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത്. കണ്ടപ്പോൾ എൻ്റെ കണ്ണിനെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്ങനെ എൻ്റെ അതേ മുഖച്ഛായ? എന്താ ശരിക്കും സംഭവിച്ചത്? സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ ജോ. ഇത് ഓഫീസായി പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞേനെ. എന്നെ ഫോളോ ചെയ്ത് വന്നതിന്, എന്നെ ഫോളോ ചെയ്ത് എൻ്റെ മോനിലേക്ക് എത്താന്ന് ഒരു പ്രതീക്ഷ നിനക്ക് വേണ്ട. എൻ്റെ മോൻ്റെ എൻ്റെ വീടിൻ്റെ ഏഴത്ത് നിന്നെ കണ്ട പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. മിസ്റ്റർ ജോ എന്തിനാ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? എനിക്ക് പരിചയമില്ലാത്തവരോട് അധികം സംസാരിക്കാൻ താല്പര്യമില്ല. നോയൽ പ്ലീസ്, എന്തിനാ ഈ നാടകം കളിക്കുന്നത്? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ നീ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലുന്നത്? ഒരു ഭാഗത്ത് ക്രിസ്റ്റി, മറ്റൊരു ഭാഗത്ത് നീ. എന്തിനാ? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നിർത്തണ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? നിനക്ക് ഇപ്പോഴാണോ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് തോന്നിയത്? ആ വീട്ടിൽ നിന്ന് ഒരു എഴുത്തെഴുത്ത് വെച്ച് ഇറങ്ങി പോരുമ്പോ ആലോചിച്ചില്ലേ നീ എന്നെ കുറിച്ച്? ഒരു വാക്ക് നീ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവനിപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറഞ്ഞു വന്നിരിക്കുന്നു. സോറി, നിന്നോട് പറയാതെ പോകുന്നതിൽ. ക്രിസ്റ്റിയുടെ സന്തോഷത്തിന് വേണ്ടിയാ. പിന്നെ എത്രയായാലും ക്രിസ്റ്റി എന്നോട് ചെയ്തത് തെറ്റല്ലേ? എന്ത് തെറ്റ്? ക്രിസ്റ്റിയുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ നല്ലതാ. നീ പോയപ്പോ മുതല് അവൻ ഒരുപാട് സന്തോഷിച്ചു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്താണല്ലോ നീ. അത് പോയപ്പോ തന്നെ അവന് ഹാപ്പിയായി. പിന്നെ അവൻ എന്ത് തെറ്റ് ചെയ്തത് നിന്റെ അടുത്ത്? ഒരു തെറ്റ് ചെയ്തു. നിന്നെ സ്നേഹിച്ചു, ജീവന് തുല്യം സ്നേഹിച്ചത് ഒരു തെറ്റ് തന്നെയാ. നിനക്ക് വേണ്ടി അവന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചതും, നീ കാരണം അവന്റെ ജോലി പോയതും, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി അവൻ നിന്നതും, ഇതൊക്കെ ഉണ്ടായിട്ടും ആ വിഷമൊക്കെ ഉള്ളിൽ ഒതുക്കി നിന്റെ സന്തോഷത്തിനും നിന്റെ സ്നേഹത്തിനും നിനക്കും വേണ്ടി അവനെ ഓരോ കോമാളി വേഷം കെട്ടി നിന്റെ മുന്നിൽ സന്തോഷിച്ച് നിന്നല്ലേ? അത് തന്നെയാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവന് പ്രശ്നങ്ങൾ വന്നപ്പോ ഇടയ്ക്ക് നിന്നെ ഒന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് നീ പറയുന്നത്? അവന്റെ ജോലി പോയത് ഞാൻ കാരണമാണെന്നോ? അവൻ എന്താ സംഭവിച്ചത്? എന്താ ഉണ്ടായത്? നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അവന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നീ കൂടി ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവന്. അത് നീ തകർത്ത് കളഞ്ഞല്ലോടാ. കൂട്ടത്തിൽ എന്നെ നിങ്ങളുടെയൊക്കെ കൂടെ നിന്ന് ഞാൻ ആരാ ഇപ്പോ? ആ കുഞ്ഞില്ലേ, അത് നിന്നെയാണടാ. ക്രിസ്റ്റി, ഇത് സംഭവിക്കുന്നതല്ല. ഓൾറെഡി നമ്മളിത് തീരുമാനം എടുത്തിട്ടുള്ളതല്ലേ. ഇത് മാറ്റെന്ന് പറഞ്ഞ പിന്നെ ജോ. മാം പ്ലീസ് മാം, സമ്മതിക്കണം മാം. ജോ ഇതൊന്നും അറിയരുത്. അറിഞ്ഞവൻ സമ്മതിക്കില്ല. മാം എന്നെ മനസ്സിലാക്ക്. അവൻ ഈ ലോകത്ത് കുടുംബമായിട്ട് ഞാനിപ്പോൾ ഉണ്ട്. ശരിയാ, അവൻ്റെ ലവ്, അവൻ്റെ ഹസ്ബൻഡ്. പക്ഷെ എത്രയായാലും ഒരു ബ്ലഡ് റിലേഷൻ എന്തായാലും വേണം. അവൻ ഈ ലോകത്ത് അവൻ്റെ സ്വന്തം എന്ന് പ്രൗഡോട് കൂടി പറയാൻ വേണ്ടി ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞ് അത് അവൻ്റെ ആയിരിക്കണം. പ്ലീസ് മാം, ഞാൻ മീരോട് കൂടി ചോദിച്ചിട്ടാ. മാം, ഒരു കുടുംബമില്ലാത്തതിന് ദുഃഖം എന്താണെന്ന് എനിക്കും അറിയാം. ഞാനും ജോയും ഒരു അനാഥാശുപത്രിയാണ് ജനിച്ചു വളർന്നത്. ഇപ്പം എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, ജോ, ക്രിസ്റ്റി. അവരുടെ സന്തോഷത്തിന് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ ചെയ്യാം. പക്ഷേ ജോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മാഡം. എനിക്ക് അവനെപ്പോലെയുള്ള ഒരു ക്യൂട്ട് ലിറ്റിൽ റാബിറ്റിനെ തന്നെ വേണം. അതെൻ്റെ ആഗ്രഹം. നീ വിചാരിച്ച പോലെ തന്നെ എല്ലാം പോകുന്നുണ്ട്. പക്ഷേ അവനിത് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അവൻ ആഗ്രഹിക്കുന്നത് നിന്റെ കുഞ്ഞിനെയാണ്. അവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കുട്ടിയായി കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മീര, ആ കുട്ടിയോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കിപ്പോൾ മീനുവിനെ പോലെ മീരി. ആ കുട്ടിക്ക് ജീവിതകാലം വരെ ഒരു തുണയായിട്ട് ഞാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആ കുട്ടിയെ നല്ലൊരു കാര്യങ്ങൾ ഏൽപ്പിച്ച് ആ കുട്ടിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും എല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ. എല്ലാവരും ഫാമിലി ആവാൻ പോവല്ലേ? നോയൽ, ഒരു മിനിറ്റ്, ഓഫീസ് നടാ. ഹലോ. വാട്ട്? എന്ന് പറ്റിയിടാ? ആരായിരുന്നു ഫോണില്?
എന്ത് പറയാനടാ, എൻ്റെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുക. എനിക്ക് ജോലി പോയി. നീ എന്തേ പറയുന്നത്? ജോലി പോയെന്നോ? എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് എന്ന്? അല്ല, പെട്ടെന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ എന്താ ഉണ്ടായത്? ഈ ഓഫീസിൽ ആരും മിസ്റ്റേക്കും ചെയ്തിട്ടില്ലടാ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ഓഫീസിന് നാണക്കേടാ അത്രേ. അതുകൊണ്ട് എടാ വിഷമിക്കാതെടാ. നമ്മുടെ നാടും നാട്ടുകാരൊക്കെ എത്ര പുരോഗമനക്കാരാന്ന് പറഞ്ഞാലും പണ്ടത്തെ ആളുകളുടെ ചിന്താഗതി ഉണ്ടല്ലോ, അതിനേക്കാട്ട് അതം പതിച്ചതാടാ ഇപ്പോൾ ഉള്ളവരുടെ. എത്രയായാലും അവരുടെ മനസ്സും ചിന്താഗതിയൊന്നും മാറത്തില്ല. നീ അത് വിട്ടേക്ക്, അവരൊന്നും കണക്കിലെടുക്കണ്ട. നമുക്കൊരു ബിസിനസ് തുടങ്ങാടാ. ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. ഇപ്പം അതിനൊരു അവസരമായി എന്ന് കൂട്ടിക്കോ. പിന്നെ ഇത് നീ ജോയുടെ അടുത്ത് പറയുന്നില്ലേ? വേണ്ട, ഇതൊന്നും ജോയി പറയണ്ട. നീ ഇത് എത്ര നാൾ അവനിന്ന് മൂടി വയ്ക്കാനാ? നിന്റെ അപ്പനും അമ്മയുടെയും കാര്യം പോലും നീ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞ് അവൻ വിഷമിക്കും. ഇപ്പം അവൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നതിൽ. ആ സന്തോഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം അവനൊരു കാരണമാണെന്ന് അവൻ ചിന്തിച്ചു കൂട്ടിയ വേണ്ട. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാനെന്ത് പറയാനാ. പിന്നെ മീരെന്ത് പറയുന്നു? ഇപ്പോൾ 9 months ആവാറായില്ലേ? ഓക്കെ അല്ലേ? ആൾക്ക് കുഴപ്പമില്ലല്ലോ? മീര ഓക്കെ ആണടാ. പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. 9 months കഴിയാറായി, നീ മറന്നോ? പിന്നെ മീരയെ നോക്കാൻ ജോ ഇല്ലേ? ജോവള് നല്ലപോലെ നോക്കുന്നുണ്ട്. ക്രിസ്റ്റി, ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നറിയോ? നമുക്ക് പുറത്തേക്ക് പോവാം. കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. നീ വന്നേ. ജോ പ്ലീസ്, ഇന്ന് വേണ്ട, നമുക്ക് നാളെ പോവാം. ഏയ് അത് പറ്റത്തില്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഞാൻ റെഡിയായി നിൽക്കുന്ന കണ്ടത്തില്ലേ? നീ വാ, എനിക്ക് പോകണം, ഇന്ന് തന്നെ പോകണം. വാ, നീ ഒന്ന് വാശി പിടിക്കാതിരിക്കണ്ട ജോ. കുട്ടികളുടെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ബോധമുള്ളതല്ലേ? പ്ലീസ് ജോ, ഞാൻ ടയേർഡാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക്. ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല. ജോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ എന്നെ മനസ്സിലാക്കാത്തെന്താ? ക്രിസ്റ്റി, എന്ത് പറ്റി? ആകെ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടല്ലോ. സത്യത്തിൽ നീയാണോ പ്രഗ്നന്റ്, അതോ ജോയാണോ? അവനെ ഓരോ ദിവസം ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. നീ എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ പുന്നാര ജോയ്ക്ക് ഓരോ ദിവസം കഴിയുന്നവരും മൂഡ് സ്വിങ്സ് കൂടിക്കൂടി വരിക. എനിക്ക് തോന്നുന്നത് എൻ്റെ കുഞ്ഞ് അവൻ്റെ സ്വഭാവത്തിലെങ്ങാനും വന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അല്ലെങ്കിൽ വയ്യാതെ ഞാൻ വരുന്നത്. അതിനിടയ്ക്ക് അവൻ്റെ ഇറിറ്റേഷനും പിന്നെ എൻ്റെ ടെൻഷനൊക്കെ കൂടി ഞാൻ അവനെന്ന്. എന്തിനാ ക്രിസ്റ്റി നീ അവൻ്റെ അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞത്? നീ അവനെല്ലാം മനസ്സിലാക്കില്ലേ? അപ്പൊ അതിനനുസരിച്ചിട്ടല്ലേ അവൻ പെരുമാറുള്ളൂ. മീരാ പ്ലീസ്, നോയലിൻ്റെ വക കഴിഞ്ഞുള്ളൂ, നീയും തുടങ്ങല്ലേ. എന്തായാലും താങ്ക് യു മീര. നീയും നോയലൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതാ ഒരു സമാധാനം. നീ എങ്ങനെയാ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായത്? ഞാനും ജോയൊക്കെ ആരും ഇല്ലാത്തവരല്ലേ. ജോയ്ക്ക് ഞാനും എനിക്കവനും ഒരു സിസ്റ്ററും ബ്രദറിനെ പോലെ. എനിക്കവനെ സങ്കടപ്പെടുത്തി കാണാൻ പറ്റില്ല. അതുകൊണ്ട് ക്രിസ്റ്റി. ക്രിസ്റ്റി, എനിക്ക് വേദനിക്കുന്നു. ജോ ജോ എവിടെ? മീര കരയാതെ മീര, നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ പോവാം. നോയില്ലേ, ജോ വന്നില്ലേ? അവനെ വിളിച്ച് വിവരം പറയ്. വാ മീര. ക്രിസ്റ്റി, ഇങ്ങനെ ഇരുന്ന് കരയാതെ എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ ഒരാഴ്ച ജോയുടെ ഒരു വിവരമില്ല. ഒന്ന് പോയി അന്വേഷിക്കണ്ടേ? എവിടെ പോയി അന്വേഷിക്കാനാ? നമ്മൾ കുറെ അന്വേഷിച്ചതല്ലേ. നമ്മളിൽ നിന്ന് ഒളിച്ചോടുന്ന തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു പൊട്ടത്തരം ചെയ്തു വെച്ച് പോയിക്കോളൂ അവൻ. എടാ ക്രിസ്റ്റി, നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ ആ കുഞ്ഞിനെ ഇങ്ങനെ നോക്ക്. ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത്. അവന് വേണ്ടി എല്ലടാ ഞാൻ, എല്ലാം. എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും അവൻ ശ്രമിച്ചില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നില്ലേ? അതുപോലും അവൻ ചെയ്തല്ല. എൻ്റെ കൂടെപ്പിറപ്പ് തന്നെ എന്നോട്. എനിക്ക് അവളെ നീ കാണണ്ട. എൻ്റെ ജോ, അവൻ എന്നൊന്നും മനസ്സിലാക്കിയില്ലല്ലോടാ. ഏയ് കരയാതടാ. ഏയ് ഒന്നുമില്ല ബേബി, ഡാഡി ഉണ്ട് കേട്ടോ അവിടെ. നീ പോയതിന്റെ ദുഃഖം ആ കുഞ്ഞായിട്ട് അവന് മാറ്റിക്കൊടുത്തു. ആ കുഞ്ഞിലൂടെ അവൻ ചിരിക്കാനും കുഞ്ഞിനെ കളിപ്പിച്ച് അതിലെ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി.
നീ മാറുന്നേ, ഞാൻ കുഞ്ഞിനെ തുടച്ചോളാം. വാവേ, അയ്യോ കുട്ടനെ ഞാൻ കുളിച്ചേന്. ഞാൻ ഇതൊന്നും ഞാൻ എന്നോട് പറയില്ലെന്ന സൃഷ്ടിക്ക് കൊടുത്ത വാക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് പറയേണ്ടി വന്നു. നീയായിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഓരോ തീരുമാനങ്ങളെടുത്ത് അവൻ എങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാത്തോണ്ടാണ്. ഇനി നീ അവൻ്റെ ചികിത്സയ്ക്ക് പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അന്ന് നീ പോയതിനൊരു കാരണം നീനും കൂടിയാണെന്ന് അവനറിയാം. അതിനുശേഷം അവൻ അവളോട് മിണ്ടിയിട്ടെന്നില്ല. നോക്കു ജോ, അവനും അവൻ്റെ മോനിപ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇനി നീ അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലരുത് പ്ലീസ്. എന്റെ ജീവിതം ഞാനായിട്ടെന്നെ തകർത്തത്. നോയൽ പ്ലീസ്, എനിക്ക് എന്റെ ക്രിസ്ത്യൻ വേണം, എന്റെ കുഞ്ഞിന് വേണം നോയൽ. ഞാൻ അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം നോയൽ. എന്നത് സഹായിക്കും നോയൽ. ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കുന്നേ? ഇനിയും നീ ഇതുപോലെ ആവർത്തിച്ച അവൻ മാത്രമല്ല തകരുന്നത്, നിന്റെ കുഞ്ഞും കൂടിയാ. ഇല്ല നോയൽ, സത്യമായിട്ട് ഞാനൊന്നും ചെയ്യുമോ നോയൽ? ഞാനും ഞാൻ അവരെ വിട്ടു പോകില്ല. നീ എന്നെ സഹായിക്കും പ്ലീസ് നോയൽ. ശരി, നീ എന്തായാലും അവൻ്റെ അടുത്ത് പോയി സംസാരിക്കേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ബേബി, ബേബി, നിനക്കെന്നെ അറിയോ? എത്ര നാളെ ഈ പപ്പ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നെന്നറിയോ? സോറി ബേബി, പപ്പ പെട്ടുപോയതൊരു സ്ഥലത്ത് പപ്പ അറിയാതെ ഓരോന്ന് ചിന്തിച്ച കൂട്ടി. അതിനകത്ത് ഇനി പപ്പ ബേബി വീട്ടിൽ എങ്ങോട്ടും പോവില്ല. സോറി ബേബി. യഹാൻ, അകത്ത് കയറി പോവോ? മിസ്റ്റർ ജോയ്ക്കിൻ്റെ അവിടെ കാര്യം. ക്രിസ്ത്യൻ സോറി, ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടും ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു പോയതാ. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ക്രിസ്റ്റി. ഐ ആം വെരി സോറി. ഇത്ര കാലം നിനക്ക് മുന്നോട്ട് ഞാനും മോനും ഇല്ലാതെ പോകാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ട് അതുപോലെ തന്നെ മതി. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ക്രിസ്റ്റി മോഹൻ പ്ലീസ്, എന്നെ ഇട്ടേച്ച് പോകില്ല ക്രിസ്റ്റി. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അത് പറഞ്ഞു എന്നെ ഉപേക്ഷിക്കല്ല. ഞാനങ്ങനെ ചിന്തിക്കും. എന്റെ ജോ, ഗേ അല്ല, ഞാൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഒരു പെൺകുട്ടിയോട് എനിക്ക് ഫീലിങ്സ് വന്നെന്ന് നീ മനസ്സിൽ ഉറപ്പിച്ചു അല്ലേ? എന്റെ സ്നേഹത്തിന് ഇതാണ് നീ മനസ്സിലാക്കിയത്. ജോ, നിനക്ക് വേണ്ടിയല്ല ഞാൻ, നീ എന്റെ കൂടെ ഉണ്ടാകുന്നുള്ള ഉറപ്പ് കൊണ്ടല്ലേ നീ എന്നെ മനസ്സിലാക്കിയത്. ഇത്ര വേണ്ട ജോ, ഇത് ശരിയാവില്ല. ഒന്നും വേണ്ട ക്രിസ്റ്റി, പ്ലീസ് ക്രിസ്റ്റി. ക്രിസ്റ്റി സാറ് വന്നിട്ട് ഇപ്പം എത്ര കാലമായി? സാർ ഒരു പെൺകുട്ടീനെ പോലും മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ സാറിനെ കയറി പ്രപ്പോസ് ചെയ്താലോന്ന് വിചാരിക്കും. നോ, അത് ശരിയാവില്ല. ഓ, പേടിച്ചില്ല ജോ. നീ ഇതെന്താ പട്ടിപ്പുല്ല് തിന്നൂല പശുവിനെ തീറ്റിക്കില്ലെന്ന് പറഞ്ഞ് നീ ആരായിട്ട് നോക്കൂല, ഞങ്ങൾ നോക്കാൻ പാടില്ല. ജോ, അവള് കയറി പ്രപ്പോസ് ചെയ്യട്ടെ. ഇതൊക്കെ ഒരു രസമല്ലേ സാറ് റിജക്റ്റ് ചെയ്യുന്നത് കാണാൻ? ഞങ്ങളുണ്ടടി കൂടെ. അത് ശരിയാവില്ല. അവളെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, അതിന് നീ ആരാടാ അവളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ? എന്ത് എനിക്ക് തന്നെയാ ഇതിൽ പറയാൻ അവകാശം കൂടുതൽ. കാരണം ഹീസ് മൈ ഹസ്ബൻഡ്. എന്റെ ഭർത്താവിനെ തന്നെ നിനക്ക് പ്രപ്പോസ് ചെയ്യണല്ലേ? എങ്ങാനും ചെയ്താ ചുരുട്ടി കൂട്ടി മുക്കിലിടും. നീ
ഇതൊക്കെ ഇപ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്താ ജോ, ഇവിടെ എന്തെങ്കിലും ഫയല് തരാനുണ്ടോ? അതെ, തരാനുണ്ട്. ജോ ജോ വിട്, ജോ വിടാൻ. നീ എന്താ കാണിക്കുന്നത്? നിന ഇത് പ്രാന്തായോ? ഇതൊരു ഓഫീസാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോ. പൊക്കോ. നിനക്ക് ഞാൻ നിന്റെ ജീവിതത്തിൽ വേണമെങ്കിൽ പോവല്ലേ. ഞാൻ നിന്റെ ജീവിതത്തിൽ മാത്രമല്ല ഈ ലോകത്ത് നടക്കാം. ഗുഡ് ബൈ. ജോ 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 എഴുന്നേക്ക്. ജോ ജോ നോ ജോ, ഇനി എങ്ങനെ ചെയ്യില്ല. നീ എഴുന്നേക്ക്. എന്നെ വിട്ട് ഇനി നീ പോവുകയാണോ? ജോ ജോ എഴുന്നേക്ക്. ജോ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. എഴുന്നേക്ക്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, അറിഞ്ഞൂടെ. ഉറപ്പാണോ? ക്ഷമിച്ചേക്ക്. ഞാൻ കണ്ണു തുറന്നോട്ടെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജോ സോറി. നീ എന്തിനാ ജോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്? എന്നെ വേദനിപ്പിച്ചിട്ട് നിനക്ക് തൃപ്തി വരുന്നില്ലേ? ജോ ജോ ഐ ലവ് യു. ജോ നോയില് ബിസിനസ് മീറ്റിങ്ങിന് പോണതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അത് പറ്റിയില്ല. എനിക്ക് മീരയെ കണ്ട് ക്ഷമ പറയണമെന്നുണ്ട്. മീരേനെയോ? അവിടെ നീ ലീവിനെ വരത്തുള്ളൂ. മീരയുടെ കല്യാണം കഴിഞ്ഞ് അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, അങ്ങ് മദ്രാസിൽ. 2 സുന്ദരി കുട്ടികളുണ്ട് അവൾക്ക്. വെക്കേഷൻ ആകുമ്പോൾ അവരൊക്കെ കൂടി ഇങ്ങോട്ട് വരും. ആഹാ, 2 ഇരട്ടി കുട്ടികളോ? അത് നന്നായി. എനിക്ക് അവരൊക്കെ കാണാൻ തോന്നുന്നു. പിന്നെ അപ്പനും അമ്മയോടും അതുപോലെ മീനുവിനോടൊക്കെ. ജോ, നമുക്കിടയിൽ ഇനി ഒരു ഒളിവും മറവൊന്നും വേണ്ട. എല്ലാം നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞിരിക്കും. തുറന്നു പറയാതിരുന്നോണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്നാ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ക്ലോസ് ചെയ്ത ചാപ്റ്റർ തുറക്കാൻ നോക്കണ്ട ജോ. മീനു അവിടെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. വെറുതെ എന്തിനാ? അവർക്ക് നമ്മളെ അംഗീകരിക്കാൻ കഴിയില്ല ജോ. അംഗീകരിക്കാൻ പറ്റാത്തൊരിടത്തേക്ക് എന്തിനാ പോകുന്നത്? നമുക്ക് നമ്മുടെ ഫാമിലി ഇല്ലേ, ഈ കുഞ്ഞു ഫാമിലി, അത് മതി. അല്ലേ ജോ? ആ, ഇത് സമ്മതിക്കൂല. ജോ, ആഹാ, ഉറപ്പാണ്. ഈ ജോ എഴുന്നേക്ക്. ബേബി ഉറങ്ങാം. എനിക്ക് ഈ അവസരം മുതലാക്കണ്ടേ?